ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. KPT ഗ്രൂപ്പിന്റെ ചെയർമാനാ. ഓരോ വർഷവും ഗവൺമെന്റിന്റെ കുറെ അധികം പരിപാടികളുടെ കോർഡിനേഷൻ ഉണ്ടാവും. ഇപ്പൊ ഇവിടെ വന്നതും അങ്ങനെ ഒരു കാരണം കൊണ്ട് തന്നെയാ. ചായ ഏലക്കയിട്ട് ചായ കുടിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ. ദൈവസഹായത്താൽ രുചിയുള്ളത് എന്തും കഴിക്കുവാനുള്ള ലൈസൻസ് ഉണ്ട്. ശുദ്ധമായിരിക്കണമെന്ന് മാത്രം. ആഹാ, ചായ തകർത്തു. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നല്ലത് കണ്ടാൽ അതിപ്പോ എന്തായാലും, ഭക്ഷണമായാലും പ്രവൃത്തിയായാലും ചെയ്യുന്ന നന്മയായാലും മുഖത്ത് നോക്കി തന്നെ പ്രശംസിക്കും. അതെ, മോശമായാൽ അതും പറയും കേട്ടോ. ഒളിച്ചു വെക്കുന്ന പ്രകൃതമൊന്നും എനിക്കില്ല. ഇനി വന്ന കാര്യം പറയാം. ഗവൺമെന്റിന്റെ കുറച്ച് ഓർഡർ ഉണ്ട്. ഈ ടൂറിസവുമായി ചേർന്ന് ചെയ്യുന്ന പരിപാടിയാ. കുറച്ച് വലിയ പരിപാടിയാ. 3-4 യൂണിറ്റായി ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരും. ഒരു യൂണിറ്റിന്റെ ചുമതല സത്യാമ്മ ഏറ്റെടുക്കണമെന്ന് പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. എനിക്കറിയാവുന്ന ആൾക്കാരെ ഓരോ ചുമതലകൾ ഏൽപ്പിച്ചാൽ അത്രയും ടെൻഷൻ ഞാൻ കുറച്ച് അനുഭവിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചാ. സത്യാമ്മ എന്തു പറയുന്നു? ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോ എന്നെ എന്റെ സഹപ്രവർത്തകരെയും പങ്കെടുപ്പിക്കണമെന്ന് തോന്നിയത് തന്നെ വലിയ സന്തോഷം തരുന്ന കാര്യമാ. എന്നാലും അത്രയും വലിയ പരിപാടിക്കൊന്നും എന്നെ കൊണ്ട് പാചകം ഒരുക്കാൻ പറ്റില്ല സാറേ. എന്നെ കൊണ്ട് നടക്കില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ഫുഡ് ഫെസ്റ്റിവലിൽ ഫസ്റ്റ് കിട്ടിയ ആൾക്ക് പാചകം ചെയ്യാൻ പറ്റില്ലെന്നോ? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതെ, മറ്റുള്ളവർ ഇങ്ങനെ ഒരു അവസരം കിട്ടാൻ കാത്തിരിക്കുക. ഞാൻ അതിൽ വിജയിച്ചതല്ല. എനിക്കൊരാള് തോറ്റു തന്നതാ. വിജയസാധ്യതയുള്ള ഒരാള് എന്റെ ആവശ്യം മനസ്സിലാക്കി മനഃപൂർവ്വം എനിക്ക് തോറ്റു തന്നതാ. ഒരിക്കൽ കൂടി നമുക്ക് ക്ഷണിക്കാം കുടുംബശ്രീ ശാരദ. എന്റെ രാഘവേട്ടന്റെ ചികിത്സയ്ക്കായി കുറച്ച് പണം ആവശ്യമായിരുന്നു. ആ പണം എനിക്ക് കിട്ടാൻ വേണ്ടി കുടുംബശ്രീ ഹോട്ടൽ നടത്തുന്ന ശാരദ എന്നെ മനഃപൂർവ്വം ജയിപ്പിച്ചതാ. ശാരദാമ്മയൊന്നും മനസ്സ് വെച്ചിരുന്നെങ്കിൽ ആ മത്സരം വളരെ എളുപ്പത്തിൽ ജയിക്കാവുന്നതേ ഉള്ളായിരുന്നു. അങ്ങനെ മറ്റൊരാളെ ത്യാഗം ചെയ്ത വിജയവുമായി ഈ ഒരു വലിയ പരിപാടി ഏറ്റെടുക്കാൻ ഞാൻ മനസ്സുകൊണ്ട് തയ്യാറല്ല.